ആരോഗ്യകരമായിട്ടുള്ള ഒരു ഡോക്ടർ രോഗി ബന്ധം എങ്ങനെ നിലനിർത്താം? ഞാൻ ഡോക്ടർ പെബീത, കോഴിക്കോട് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെ ENT സർജനാണ്. ആരോഗ്യകരമായിട്ടുള്ള ഡോക്ടർ രോഗി ബന്ധം നിലനിർത്താൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് വളരെ തുറന്ന ആശയവിനിമയമാണ്. ഒരു ഡോക്ടറും രോഗിയും തമ്മിൽ സംസാരിക്കുമ്പോൾ രണ്ട് തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനാണ് വരുന്നത്. വാക്കുകൾ കൊണ്ട് കൈമാറുന്ന വെർബൽ കമ്മ്യൂണിക്കേഷനും ചിരി കൊണ്ടും ഐ കോണ്ടാക്ട് കൊണ്ടും നമ്മുടെ ബോഡി ലാംഗ്വേജ് കൊണ്ടും നമ്മൾ ഇരിക്കുന്ന രീതിയെ കൊണ്ടുമൊക്കെ സൂചിപ്പിക്കുന്ന നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. ഇതിനെപ്പറ്റിയുള്ള ഒരു പഠനം തെളിയിക്കുന്നത് ഡോക്ടറും രോഗിയും തമ്മിൽ ആശയവിനിമയം നടത്തുമ്പോൾ 7% മാത്രമാണ് വെർബൽ കമ്മ്യൂണിക്കേഷന് സ്ഥാനമുള്ളത്. 38% പ്രാധാന്യം അർഹിക്കുന്നത് സംസാര രീതിക്കാണ്, അഥവാ ടോൺ ഓഫ് വോയിസ്. പല വിധേന നമുക്ക് രോഗികളോട് സംസാരിക്കാം. ബാക്കിയുള്ള വലിയൊരു 55% ബോഡി ലാംഗ്വേജിനെയാണ് ഉൾക്കൊള്ളിക്കുന്നത്. രോഗി കടന്നു വരുമ്പോൾ ഡോക്ടർ ചിരിക്കുന്നുണ്ടോ, ഗ്രീറ്റ് ചെയ്യുന്നുണ്ടോ, പേര് പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് രോഗിയെ ഇരുത്തി കഴിയുമ്പോൾ എങ്ങനെയാണ് ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അവരോടുള്ള സമീപനം തുറന്നതാണോ, ഇരിക്കുന്ന രീതി, അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതി, ഇതെല്ലാം രോഗികൾ വാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരം നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻസ് ഡോക്ടർ രോഗി ബന്ധത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. എങ്ങനെ വളരെ ദൃഢമായിട്ടുള്ള ഒരു ഡോക്ടർ രോഗി ബന്ധം നമുക്ക് വളർത്തിയെടുക്കാം? ഒന്നാമത്തേത് കൃത്യമായിട്ടുള്ള ആശയവിനിമയം. രോഗി ഒരു അസുഖവുമായി ഡോക്ടറോട് കാണിക്കാൻ വരുമ്പോൾ വളരെ നല്ല കേൾവിക്കാരാവുക എന്നുള്ളതാണ് ഏതൊരു ബന്ധത്തെയും പോലെ ഈ ബന്ധത്തിലും പ്രധാനപ്പെട്ടത്. രോഗി പറയുന്ന കാര്യങ്ങൾ തുറന്ന മനസ്സോടുകൂടി കേൾക്കാനുള്ള ഒരു മനസ്സ്, ക്ഷമയും ഡോക്ടർ കാണിക്കണം. വലിയൊരു ഹിസ്റ്ററി ടേക്കിങ്ങിന് ശേഷം രോഗിയെ കൃത്യമായിട്ടുള്ള പരിശോധനയ്ക്ക് വിധേയമാക്കിയ ശേഷമാണ് രോഗനിർണയത്തിലേക്ക് എത്തുന്നത്. കൃത്യമായിട്ടുള്ള ആശയവിനിമയം നടന്നിട്ടുണ്ടെങ്കിൽ ഡയഗ്നോസിസ് വളരെ എളുപ്പമാണ്. ഇത്തരം ഡയഗ്നോസിസിൽ എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ചില ടെസ്റ്റുകൾ ആവശ്യമായിട്ട് വന്നേക്കാം. അത് ലാബ് ടെസ്റ്റുകളാവാം, CTയോ MRIയോ അൾട്രാസൗണ്ടോ പോലുള്ള സ്കാനിംഗ് ടെസ്റ്റുകളോ ആവാം. ഇങ്ങനെയുള്ള ടെസ്റ്റുകൾ വേണ്ടി വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് രോഗിയെ പറഞ്ഞു മനസ്സിലാക്കുക. എങ്ങനെയാണ് ബ്ലഡ് സാമ്പിൾ കൊടുക്കേണ്ടത്, ഏത് സമയത്താണ് ലാബിൽ പോവേണ്ടത്, ഷുഗറും മറ്റുമുള്ള രോഗികളാണെങ്കിൽ വെറും വയറ്റിലും വരണം, പിന്നെ 1.5 മണിക്കൂറിന് ശേഷവും വരണമെന്നുള്ള ടെസ്റ്റുകൾക്കൊക്കെ ഏത് വിധേന തയ്യാറെടുക്കണം എന്നൊക്കെ ഡോക്ടർമാർ പറഞ്ഞ് കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് രോഗിയെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നാണ്. ഡോക്ടർ തന്നെ ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്ക് ഡോക്ടറിലുള്ള വിശ്വാസ്യത വർദ്ധിക്കുന്നു. നമ്മുടെ കുടുംബത്തിൽ ഒരാളോട് സംസാരിക്കുന്നത് പോലെ സഹാനുഭൂതിയോടുകൂടി ഈ വരുന്ന രോഗികളെയും സമീപിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ വളരെ എളുപ്പമാണ്. CTയും MRIയും ഒക്കെ എഴുതുമ്പോൾ ഇപ്പോൾ പല പേഷ്യൻസിനും സംശയമാണ്, അനാവശ്യമായിട്ടുള്ള ടെസ്റ്റാണോ എഴുതുന്നത്, ഈ സ്കാനിങ് എനിക്ക് വേണ്ടിയിരുന്നോ, മറ്റു ഡോക്ടറുടെ അടുത്ത് പോയപ്പോൾ ഇതൊന്നും പറഞ്ഞില്ലല്ലോ. അപ്പോൾ ഇത്തരം ആകുലതകൾക്ക് ഇട കൊടുക്കാതെ എന്തിനാണ് ഈ ടെസ്റ്റ് ചെയ്യുന്നതെന്ന് രോഗിയോടൊന്ന് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താൽ അവർക്കും സന്തോഷമാവും. രോഗനിർണയത്തിൽ എത്തിയ ശേഷം മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്യുമ്പോഴും ഇതേ ശീലം പാലിക്കുക. എന്ത് മരുന്ന് എന്തിനാണ് കൊടുക്കുന്നതെന്നും എങ്ങനെയാണ് കഴിക്കേണ്ടതെന്നും ഒന്ന് പറഞ്ഞു കൊടുക്കുക. ഈ മരുന്നുകൾ കഴിച്ചാൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് രോഗിക്കുണ്ടാവുമോ, രാത്രിയിൽ ഉറക്കക്കൂടുതൽ ഉണ്ടാവുമോ, തലയ്ക്കൊരു മന്തിപ്പ് അനുഭവപ്പെടുമോ, അതല്ലെങ്കിൽ മൂത്രമൊഴിക്കുമ്പോൾ കളർ വ്യത്യാസം വരുമോ, ഇത്തരത്തിലുള്ള വളരെ ചെറിയ കാര്യങ്ങൾ പോലും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ നമ്മൾ കുറച്ച് സമയം കണ്ടെത്തിയാൽ ആശയവിനിമയം ഒന്നുകൂടി കൃത്യതയോടുകൂടി നടക്കും. ഇതാണ് ഏറ്റവും ആദ്യത്തെ ഫാക്ടർ. രണ്ടാമത്തേത്, രോഗികളോട് രോഗം കുറയുന്നില്ലെങ്കിൽ ഒരു 2-3 ദിവസം കഴിഞ്ഞ് ഒന്നുകൂടി ഒരു റിവ്യൂവിന് വരാൻ ആവശ്യപ്പെടുക. ഈ സമയത്ത് വരുമ്പോൾ രോഗിക്ക് അസുഖം ഭേദമായിട്ടുണ്ടെങ്കിൽ ഇത് ഡോക്ടറുടെ സാറ്റിസ്ഫാക്ഷനും രോഗിയുടെ സാറ്റിസ്ഫാക്ഷനും വളരെ നന്നായിട്ട് കൂട്ടും. രണ്ടുപേരുടെയും ഇടയിലുള്ള വിശ്വാസ്യത വർദ്ധിക്കാനും ഇത് സഹായിക്കും. അപ്പോൾ സെക്കൻഡ് ഒപ്പീനിയന് രോഗികൾ പോകാനുള്ള സാധ്യത കുറവാണ്. പരിശോധനയൊക്കെ കഴിഞ്ഞ് രോഗിയെ പറഞ്ഞു വിടുന്നതിന് മുമ്പ് എന്തൊക്കെയാണ്
അവിടെ നടന്നു നിന്നൊന്ന് ചെറിയൊരു ബ്രീഫ് സമ്മറി കൊടുക്കുക. ഇന്ന രോഗത്തിന് വേണ്ടിയാണ് നിങ്ങൾ എന്നെ വന്ന് കാണിച്ചത്. ഈ രോഗത്തിൻ്റെ കാരണം കണ്ടെത്താൻ ഇന്ന ടെസ്റ്റുകൾ ഞാൻ എഴുതിയിട്ടുണ്ട്. ഈ ടെസ്റ്റുകളുടെ റിസൾട്ടുമായിട്ട് വരുമ്പോൾ ഇനിയുള്ള പ്ലാൻ ഇതാണ് എന്നുകൂടി ഒന്ന് പറഞ്ഞുറപ്പിച്ചു വിട്ടാൽ അവർ വീണ്ടും വരാനുള്ള സാധ്യത കൂടുതലാണ്. ഓരോ രോഗിയും ഓരോ സാഹചര്യങ്ങളിൽ നിന്ന് വരുന്നതാണ്. അവരുടെ ഒരു മാനസികാവസ്ഥയും കൾച്ചറും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ കൂടുതൽ ഇഫക്റ്റീവ് ആവും. ഡോക്ടർ രോഗി ബന്ധം നിലനിർത്താൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഫീഡ്ബാക്കുകൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ആമസോണിൽ നിന്ന് ഒരു സാധനം വാങ്ങിച്ച ശേഷം റിവ്യൂവും ഫീഡ്ബാക്കും ഒക്കെ കൊടുക്കാറുണ്ട്. ഇതേപോലെ തന്നെ കുറച്ച് സമയമെടുത്ത് രോഗികളോടും നമുക്ക് ഫീഡ്ബാക്ക് എടുക്കാൻ സാധിക്കും. അവരുടെ ഫീഡ്ബാക്ക് അനുസരിച്ച് രോഗികൾക്ക് സഹായമാകുന്ന വിധം ചേഞ്ചസ് വരുത്താൻ ഡോക്ടറും തയ്യാറാവുക. ചിലപ്പോൾ വളരെ തിരക്കുള്ള OP ആണെങ്കിൽ ഒരുപാട് സമയം വെയിറ്റ് ചെയ്യേണ്ടി വരുന്നതാവാം അവരെ അക്ഷമരാക്കുന്നത്. ഒരു ടൈം ഷെഡ്യൂൾ പ്ലാൻ ചെയ്ത് ഓരോ രോഗിക്കും കൊടുത്താൽ ഇത്തരം ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ സാധിക്കും. ഓപ്പറേഷൻ തിയേറ്റർ ഡേ എന്നാണെന്ന് രോഗിക്ക് മുൻകൂട്ടി അറിയാൻ സാധിച്ചാൽ ആ ദിവസത്തെ തിരക്കൊഴിവാക്കാം. ഈ അപ്പോയിൻമെന്റ് സിസ്റ്റത്തിനനുസരിച്ച് രോഗിയും ഡോക്ടറും കൃത്യനിഷ്ഠ പാലിക്കാൻ ശ്രമിക്കുക. ഇത്രയും കാര്യങ്ങളിൽ ഡോക്ടറും രോഗിയും ഒരേപോലെ ശ്രദ്ധ പുലർത്തി കഴിഞ്ഞാൽ ഈ ഡോക്ടർ രോഗി ബന്ധം വളരെ ദൃഢമുള്ളതാക്കാം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക.